വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ഒരു വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്യലോടുകൂടി ആ വ്യക്തിക്ക് നേരെ ജാതി വാലുകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപമുയരുന്നു. കൂട്ടത്തിൽ നിന്നും CPM-ൽ നിന്നും എല്ലാം ഒറ്റ തിരിഞ്ഞ് ആ വ്യക്തിയെ ആക്രമിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വാലുകൾ പേരിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ്? ഒരു വ്യക്തിനെ അളക്കുന്നതും സ്നേഹിക്കുന്നതും കൂടെ കൂട്ടുന്നതും ശത്രുവാക്കുന്നതും ജാതി വാലുകൾ നോക്കിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുന്നവരല്ലേ ഏറ്റവും വലിയ വർഗീയവാദികൾ. ഞാൻ മേനോനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ നായരാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ ക്ഷത്രിയനാണ്, അങ്ങനെയൊക്കെ പലരും പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് നമ്മൾ ഇന്ന ജാതി ആയിരിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല. യാദൃശ്ചികമായി ചിലപ്പോൾ നമ്മൾ നായരായിരിക്കാം, അല്ലെങ്കിൽ ഈഴവനായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും താഴ്ന്ന ജാതി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന, അതായത് ജാതി കോമരങ്ങൾ അടയാളപ്പെടുത്തുന്ന മുന്തിയ ജാതിയും താഴ്ന്ന ജാതിയും ആയിരിക്കാം. ഇതൊന്നും ഭൂജാതരായവരുടെ പ്രശ്നമല്ല. ചിലവര് അവരുടെ പേരിന്റെ കൂടെ അച്ഛനും അമ്മയും ജാതി ചേർക്കും. ഇത് ഇത്ര വലിയ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അവരല്ലേ ഏറ്റവും വലിയ വർഗീയവാദികൾ. കൂട്ടത്തിൽ നിന്ന് തന്നെ ഒറ്റ തിരിഞ്ഞ് പലരും ആക്രമിച്ചു അദ്ദേഹത്തെ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്: എന്റെ അച്ഛന്റെ പേര് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റിയത്, എന്റെ അമ്മയുടെ പേര് പറയാൻ പറ്റാത്തതിൽ എനിക്ക് അതീവ വിഷമമുണ്ട്. അവരെല്ലാം പണ്ടേ മൺമറിഞ്ഞു പോയവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും അവരുടെ പേരുകൾ പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. എന്റെ ജാതി എനിക്ക് അഭിമാനമാണ്. നമ്മൾ ജനിക്കുന്ന മതവും നമ്മളുടെ ജാതിയും ഒരു ഐഡന്റിറ്റിയാണ്. കാരണം ഒരു കോളം ഫില്ല് ചെയ്യുമ്പോൾ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനിച്ച ജാതിയും മതവും ഏതാന്ന് നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പേര് മുഴുവൻ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജാതി ഏതാന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് കുറെ കോമരങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം, അതായത് ഏറ്റവും വലിയ വർഗീയവാദികൾ, അത്രയും നേരം വർഗീയതയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ ഒരു പേരിന്റെ കൂടെ ഒരു ജാതിവാൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ തെളിച്ചു പൊന്തിയത്. ആദ്യമേ തന്നെ ജാതിവാദികൾ ഉപയോഗിക്കുന്ന തെറ്റില്ല എന്ന് ന്യായീകരിക്കുന്നത് രഞ്ജിത്തിന്റെ സിനിമകൾ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആഘോഷമാക്കിയത് പോലെയാണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ഡോക്ടർ ജിൻഡോ ജോൺ ആണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് വരാം. ന്യായീകരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ പറയുന്നതിന് തെറ്റുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കുറെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് ഏതൊരാളും അയാളുടെ ജീവിതത്തിലെ അസുലഭമായ ഒരു സുമുഹൂർത്തത്തിൽ എത്തുമ്പോൾ, പതിറ്റാണ്ടുകളായിട്ടുള്ള സേവനത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പിതാവിനെയും മാതാവിനെയും കുടുംബത്തെയൊക്കെ സ്മരിക്കുന്നത് ഒരു തെറ്റുമില്ലെന്നേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിനുശേഷം ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ജാതിവാലികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ന്യായീകരിച്ച് കൈയടിക്കുന്നത് പണ്ട് രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ട് അതിലെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആഘോഷമാക്കിയവരെ പോലെയാണ്. അത് കണ്ട് കൈയടിച്ച് വന്ന ആളുകളാണ് നമ്മൾ. പിന്നീട് നമ്മൾക്ക് അതിൽ കുറെ കൂടി പഠനവും കാഴ്ചപ്പാടൊക്കെ മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് തിരുത്തപ്പെടേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരം പ്രയോഗങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജാതിവാലികൾ ഇല്ലാത്ത കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ഇൻക്ലൂസീവ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. കാരണം ജാതിവാലികളുടെ പ്രിവിലേജ് എപ്പോഴും ഈ സോ കോൾഡ് അപ്പർ കാസ്റ്റുകൾക്കാണ് സൗകര്യം കിട്ടുന്നത്. ഇത് ഉപയോഗിക്കാത്ത മനുഷ്യരാ മഹാഭൂരിപക്ഷവും. അവരുടെ പ്രിവിലേജ് എന്താ? ഞാൻ പറഞ്ഞ ഈ എല്ലാ പ്രിവിലേജുകളും ഉള്ള ആളുകൾ സൗകര്യപൂർവ്വം മറന്നപ്പോൾ പ്രിവിലേജുകൾ ഇല്ലാത്ത മനുഷ്യർ തെരുവിലിറങ്ങി പോരാടിയത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഭരണം കിട്ടുന്നത് 10 വർഷം ശേഷം. അപ്പോൾ ജാതിവാലുകളുടെ പ്രിവിലേജ് എല്ലാ കാലത്തും സൗകര്യപ്രദമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് നമുക്കറിയാം. കേട്ടല്ലോ, അച്ഛന്റെ പേര് അങ്ങനെയാണ്, അതുകൊണ്ട് എന്റെ പേരിന്റെ കൂടെ ജാതിയും ഉണ്ട്. ജാതി വാല് കണ്ട് അസഹിഷ്ണുത തോന്നുന്നവർ അങ്ങനെ തോന്നിക്കോട്ടെ എന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. കാരണം ഈ നാട്ടില് ജാതിക്ക് വേണ്ടി തമ്മിത്തരി ചത്തവർ ഒരുപാട് പേരുണ്ട്. പ്രണയിച്ചതിന്റെ പേരിൽ, ജാതി രണ്ടായതിന്റെ പേരിൽ വിട്ടുമാറി ദുരഭിമാന കൊല നടത്തിയ നാടാണിത്. ഒട്ടും മോശമൊന്നുമില്ല. കെവിന്റെ മരണമൊക്കെ ഇപ്പോഴും ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളിൽ തന്നെ മാത്രം ജാതി സ്പർദ്ധയൊന്നും വരുത്തേണ്ട കാര്യമില്ല. കെവിൻ, നീനു എന്നൊരു 2 വ്യക്തികളുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ അവര് ഒന്നിച്ച് ജീവിക്കേണ്ടതായിരുന്നു. കെവിന്റെ ജാതി വേറെയാണെന്ന് പറഞ്ഞ് അവനെ കൊലപ്പെടുത്തിയതാണ് നീനുവിന്റെ വീട്ടുകാര്. അവൾ ഇന്നും കെവിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ട്. അതായത് അവളുടെ മനസ്സിൽ കെവിൻ മരിച്ചിട്ടില്ല. ഇത് ഒരു ഹിന്ദുവല്ല, ക്രിസ്ത്യൻ കുടുംബത്തിലെയാണ്. അപ്പോൾ ശരിക്കും ജാതി കോമരങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട് എന്നാണ് ഇവിടുന്ന് പറഞ്ഞു വരുന്നത്. അല്ലാതെ ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ജാതിയോ ഒരു മതത്തെയോ അല്ല. ഈ മതത്തെയും ജാതിയെയും പറയുമ്പോൾ പേരിന്റെ കൂടെ തന്റെ അഭിമാനമായിട്ട് എഴുതി ചേർക്കപ്പെടുമ്പോൾ
അതെടുത്ത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ചിലർ പറയില്ല. കാരണം സമൂഹം ഇങ്ങനെയാണ്, അവര് വർഗീയവാദിയെന്ന് ഒറ്റപ്പെടുത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ഇതിങ്ങനെ എഴുതാൻ പാടില്ല, ഈ ജാതി വാല് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഒരു വ്യക്തിയുടെ ജാതി, അതായത് ഇന്നതാണെന്ന് പറഞ്ഞ് തന്റെ പേരിന്റെ കൂടെ ആ പേര് ഫുൾ നെയിം പറഞ്ഞപ്പോൾ ഇത്രമാത്രം ദേഷ്യം? ഇതാണോ പ്രബുദ്ധ മലയാളികൾ? ഇത്രയുള്ളോ പ്രബുദ്ധ മലയാളികൾ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എത്രയോ വിരോധാഭാസമാണ്. ജാതിക്ക് വേണ്ടി പഴയ നൂറ്റാണ്ടിലെ പോലെ ഇപ്പോഴും തമ്മിത്തലേക്ക് അടിപിടി കൂടുന്നു. പണ്ട് എന്താണ് പറയുക, ചായപ്പിടികയിലാണ് പരദൂഷണം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എന്തിനു വേണ്ട സകല കമന്റ് ബോക്സിലും ഇന്ന് അയൽക്കൂട്ടത്തിന്റെ മറ്റൊരു വേർഷനാണ്. കുറെ വസന്തങ്ങളൊന്നുമല്ല, ഈ ചെറുപ്പക്കാര് പിള്ളേർ തന്നെയുണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിലേക്ക് താൻ ഇന്ന ജാതിയാണ്, അതുകൊണ്ട് അവരെന്തോ വലിയ ആളാണ് എന്ന് നിങ്ങൾ തന്നെ കോരിയിട്ട് കൊടുക്കുന്ന ഒരു അഗ്നിയുണ്ട്. ആ അഗ്നി ഇന്നെങ്കിലും കിഴണമെങ്കിൽ ഇനിയുള്ള സമൂഹത്തിൽ ജാതി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ജാതി മാത്രമാണ്, അല്ലാതെ ഒരു വലിയൊരു സംഭവമായിട്ട് ആരും ആരുടെ മനസ്സിലും കുടിയേറ്റി കൊടുക്കരുത്. അതിപ്പോൾ ജിൻഡോ ജോൺ ആണെങ്കിലും പി സരിനാണെങ്കിലും. VR അനൂപിന്റെ ഒരു വാദമുണ്ട്. അംബേദ്കറെ വായിക്കാൻ VD സതീശൻ അധിക സമയം കണ്ടെത്തണം. മുൻ സത്യപ്രതിജ്ഞകളിൽ വരാത്ത മേനോൻ ഇപ്പോൾ എങ്ങനെ വന്നു? സത്യത്തിൽ മേനോൻ എന്നൊരു പദം ഇത്രമാത്രം ഇവർക്ക് അസഹിഷ്ണു തോന്നുന്നുണ്ടെങ്കിൽ മേനോന്മാർ തന്നെയാണ്, നായന്മാർ തന്നെയാണ്, ബ്രാഹ്മണകൾ തന്നെയാണ്. അതുപോലെ ഓരോ ജാതിയും ഓരോ ജാതി തന്നെയാണ്. ജാതികളുടെ പേരിൽ, പ്രിവിലേജസിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുമ്പോൾ ഇല്ലാത്ത ഒരു ഏറ്റക്കുറച്ചിൽ താൻ ഇന്ന ജാതിയാണെന്ന് എടുത്തു പറയുമ്പോൾ സമൂഹത്തിന് ഉണ്ടാവേണ്ട കാര്യം എന്താണ്? അത് തന്റെ സ്വന്തം മനസ്സിലെ അപകർഷതാ ബോധമല്ലേ? ആ അപകർഷതാ ബോധമല്ലേ ഒരാൾ സ്വയം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്റെ ജാതി എടുത്തു പറഞ്ഞപ്പോൾ ഉണ്ടായത്, പ്രബുദ്ധ മലയാളികൾക്ക് ഉണ്ടായത്? നമുക്കറിയാത്തോന്നല്ല, CPM തന്നെ എത്ര നായന്മാരും അല്ലെങ്കിൽ മേനോന്മാരും മന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈ ജാതി ചോദിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ഈ ജാതി കോമരങ്ങൾ അന്ന് ഉണ്ടായിരുന്നോ? അപ്പോൾ ഞങ്ങൾക്ക് എന്തുമാകാം, മറ്റൊരുവർ ആകാൻ പാടില്ല എന്നുള്ള പഴഞ്ചൻ കോൺസെപ്റ്റ് അതങ്ങോട്ട് തള്ളിക്കളയുക. കാരണം ഇനിയുള്ള സമൂഹമെങ്കിലും നമ്മുടെ കൂടെ പല ജാതി പല മത ആളുകളുണ്ട്. അവരുടെ എല്ലാം ജാതി ചകഞ്ഞ് നോക്കിയിട്ടല്ല നമ്മൾ അവർ സൗഹൃദം സ്ഥാപിക്കേണ്ടതും നമ്മൾ അവർ ശത്രുക്കളാക്കേണ്ടതും നമ്മൾ അവരുടെ നല്ല സുഹൃത്തുക്കളാവേണ്ടതും. കാരണം ജാതി നോക്കിയാൽ ഒന്നും മനസ്സിലാവുകയില്ല. അത് തന്നെ ഇന്നത്തെ സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആളുകളും ഇതൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇന്നത്തെ പിള്ളേരുടെ മുന്നിലെങ്കിലും തഴം താഴ്ന്ന പോലെ ആകാതിരിക്കുക. അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും. അദ്ദേഹത്തിന്റെ തോളിൽ കയറ്റി നടന്നവർ പോലും അദ്ദേഹത്തിന്റെ ജാതി ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എതിരെ കുറ്റം പറയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും മേനോന്മാർ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തീവ്രവാദ സംഘടനയാണോ? എന്നാൽ അതിനെക്കാളും വലിയ തീവ്രവാദ സംഘടനകൾക്ക് ഈ നാട്ടിൽ കയ്യിൽ തോളിട്ട് നടക്കുന്നുണ്ടല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും എല്ലാം വർഗീയത പറയുന്ന മതമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നവർക്ക് പോലും ഇവിടെ വലിയ കയ്യടിയും മന്ത്രിപദവും കിട്ടിയ ഒരു സാഹചര്യത്തിൽ വെറും ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജാതി പേര് പറഞ്ഞത് മാത്രം ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇതാണോ കേരളത്തിന്റെ തനിമ? ഇതാണോ പ്രബുദ്ധ കേരളം? ഇതാണോ മറ്റുള്ളവർ നമ്മളെ മാതൃകയാക്കേണ്ടത്?